ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു. അദ്ദേഹത്തിന് 39 വയസ്സുണ്ട്. അദ്ദേഹം കുഞ്ഞിനെ കാണിക്കാനാണ് വന്നത്. വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് റിപ്പോർട്ടുകൾ എന്നെ കാണിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഒരു കളക്ഷൻ ഏജൻറ്റാണ്. അതായത് സാധാരണഗതിയിൽ ഈ ഫിനാൻസ് കമ്പനീസൊക്കെ ഈ ഓരോരുത്തർക്കും ചിട്ടിയെല്ലാം കൊടുത്തിട്ട് ഈ ഡെയിലി കളക്ഷൻസ് ഉണ്ട് ഇവർക്ക്. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരു ഏജൻറ്റാണ് അദ്ദേഹം രാവിലെ മുതൽ ബൈക്കിലാണ് സഞ്ചാരം. ഇദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ദിവസവും പൊറോട്ട, എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമായിരുന്നു ഡോക്ടറെ, ഞാൻ ദിവസവും 8 മുതൽ 10 പൊറോട്ട വരെ കഴിക്കായിരുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം ഹാർട്ട് അറ്റാക്ക് വന്നു. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീത്ര ഹോസ്പിറ്റലിൽ ഹൃദയാഘാതത്തിൻ്റെ ചികിത്സയിൽ ഇപ്പോൾ തുടരുകയാണ്. അദ്ദേഹത്തിനോട് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചു. ഇപ്പോൾ അറിഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആയി, എന്താണെന്ന് അറിയാനായിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് അദ്ദേഹം ഒരു 3 പൊറോട്ട കഴിക്കും. പൊറോട്ടയ്ക്ക് അദ്ദേഹം കറി, എന്തെങ്കിലും ഒരു ഗ്രേവി, മിക്കവാറും ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഗ്രേവി ഉണ്ടാവും, ഇതല്ലേ ഇത്തിരി ഉള്ളിക്കറി ഉണ്ടാവും, അത് കഴിക്കും, അദ്ദേഹം പോകും. സാധാരണ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ വിശക്കത്തില്ല, അതുകൊണ്ട് ഉച്ച വരെ കുഴപ്പമില്ലാതെ പോകും. ഉച്ചയ്ക്ക് പലപ്പോഴും രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. വീട്ടിൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി തരികയാണെങ്കിൽ ഞാൻ ആ ഫുഡ് കഴിക്കും, ഇല്ലെങ്കിൽ ഞാൻ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി പൊറോട്ട കഴിക്കും. ചിലപ്പോൾ മാത്രം കറി, എന്തെങ്കിലും മീനിൻ്റെ കറിയോ അല്ലെങ്കിൽ ചിക്കൻ്റെ കറിയോ മേടിക്കും. ഇല്ലെങ്കിൽ ഒരാഴ്ചയിൽ 1-2 ദിവസം ഞാൻ ബീഫോ ചിക്കനോ ഒരു ഹാഫ് പ്ലേറ്റ് മേടിക്കും. അതും കൂടെ കൂട്ടിയിട്ട് 3-4 പൊറോട്ട കഴിക്കും. വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു 2 ചൂട് പൊറോട്ട കഴിച്ചിട്ട് അതും കറിയും കഴിച്ചിട്ട് വീട്ടിൽ പോകും. തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട്, ഒരു 5-6 വർഷമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഇതായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ വർഷത്തിന് അദ്ദേഹത്തിന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ലോക്കൽ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ തന്നെ ശ്രീത്രയിലേക്ക് മാറ്റി. അദ്ദേഹത്തിന് അത് സ്റ്റെൻറ്റ് ഇടേണ്ടി വന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ഈ അനുഭവം കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും. കുട്ടിക്കാലം മുതൽ തന്നെ പൊറോട്ട ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ 90% പേരും. നമ്മളെല്ലാവരും തന്നെ പൊറോട്ട ഇടയ്ക്ക് കഴിക്കാറുമുണ്ട്. അതുകൊണ്ട് പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു സംശയം പലർക്കും തോന്നാം. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ സംഭവിച്ച എന്തെന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര്, അത് ഈ ഡെയിലി കളക്ഷന് പോയിരുന്ന ഏജൻറ്റ് മാത്രമല്ല കേട്ടോ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡെയിലി ഒരുപാട് യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കഠിനമായിട്ട് ജോലി ചെയ്യുന്ന പലരും പെട്ടെന്ന് വിശപ്പ് വരാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന ഭക്ഷണം പൊറോട്ടയാണ്. നമ്മളെല്ലാവരും തന്നെ ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ വിശന്നിരിക്കുമ്പോൾ കഴിക്കുന്ന പ്രധാനപ്പെട്ട ഭക്ഷണം നല്ല ചൂട് മൊരിഞ്ഞ പൊറോട്ടയായിരിക്കും. മാത്രമല്ല, നമ്മുടെ നാട്ടിലെല്ലാം തന്നെ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്, കുടലിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുപോലുള്ള പൊറോട്ട കഴിച്ചു കഴിഞ്ഞാലുള്ള അപകടങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് പേടിപ്പിക്കുന്ന കഥകളും നിലവിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ പൊറോട്ട കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വിശദീകരിക്കാം. ഒരു പൊറോട്ട എന്ന് പറയുന്നത് ഏകദേശം 30 മുതൽ 35 ഗ്രാം വരെയാണ് ഒരു പൊറോട്ടയുടെ തൂക്കം. ചിലത് ഇച്ചിരി വലുതാണെങ്കിൽ 55-60 ഗ്രാം വരെയുള്ള പൊറോട്ടോസും നമ്മുടെ നാട്ടിലുണ്ട്. വലിയ പൊറോട്ടയൊക്കെ നമുക്കിന്ന് അവൈലബിൾ ആണ്. ഒരു പൊറോട്ടയ്ക്കകത്തുള്ള കാലറി, ഊർജ്ജത്തിൻ്റെ അളവാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ പൊറോട്ട എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് കണക്കാക്കപ്പെടുന്നത്. ഒരു പൊറോട്ടയുടെ, ഒരു 30 ഗ്രാമുള്ള ഒരു ആവറേജ് സൈസ് പൊറോട്ടയുടെ കാലറി വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 120 മുതൽ 135 അല്ലെങ്കിൽ 140 കാലറിയാണ് ഒരു പൊറോട്ടയ്ക്കകത്തുള്ളത്. എന്നാൽ ഇച്ചിരി വലിയ പൊറോട്ടയാണെന്നുണ്ടെങ്കിൽ അതൊരു 190 മുതൽ 200 അല്ലെങ്കിൽ 240 കിലോ കാലറി വരെ ഇത് വേരി ചെയ്യുകയും ചെയ്യും. പൊറോട്ട ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാം, മൈദ ഉപയോഗിക്കാറുണ്ട്, എണ്ണ ഉപയോഗിക്കാറുണ്ട്, മുട്ട ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഇതിനകത്ത് ട്രാൻസ് ഫാറ്റ് ഉപയോഗിക്കാറുണ്ട്. ഈ കോമ്പിനേഷനാണ് പലപ്പോഴും ഈ പൊറോട്ടയെ രുചികരമാക്കുന്നതും പലപ്പോഴും നമ്മുടെ ശരീരത്തിന് അപകടമുണ്ടാക്കുന്നതും. സാധാരണഗതിയിൽ നമ്മൾ ഒരു പൊറോട്ട കുഴയ്ക്കുന്നത് നമ്മൾ മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ എണ്ണയോ ഉപയോഗിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. നന്നായിട്ട് കുഴച്ച് നല്ല പശ പോലെ നല്ല വലിയുന്ന ഒരു ഫോമിലായി കഴിഞ്ഞാൽ ഇതിനെ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി ഈ മാവിനകത്ത് എണ്ണയുണ്ട്, അതോടൊപ്പം നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ടാണ് ഇതിനെ അത്യാവശ്യം നന്നായിട്ട് പാകം ചെയ്തെടുക്കുന്നത്. പാകം ചെയ്തെടുക്കുന്ന പൊറോട്ടയ്ക്ക് നല്ല മൊരുമൊരുപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നല്ല ക്രിസ്പി നേച്ചർ വരണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ട്രാൻസ് ഫാറ്റ് ചേർക്കണം. യഥാർത്ഥത്തിൽ പൊറോട്ടയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള വില്ലൻ എന്ന് പറയുന്നത് ട്രാൻസ് ഫാറ്റാണ്. ഈ ട്രാൻസ് ഫാറ്റിൻ്റെയും മൈദ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എംപ്റ്റി കാലറിയാണ്. അതായത് കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഊർജ്ജം മാത്രം എത്തിക്കാൻ കഴിവുള്ള ഒരു വസ്തുവാണ് മൈദ. ഇങ്ങനെ പറയുമ്പോൾ മൈദ അപകടകാരിയാണെന്ന് അർത്ഥമില്ല, പക്ഷേ മൈദയുടെയും ഈ ട്രാൻസ് ഫാറ്റിൻ്റെയും കോമ്പിനേഷനാണ് നമ്മുടെ ശരീരത്തിനത് അപകടമുണ്ടാക്കുന്നത്. പലപ്പോഴും നമ്മൾ വല്ലപ്പോഴും കഴിക്കുമ്പോൾ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കുഴപ്പമില്ല. എന്നിരുന്നാൽ ഈ പൊറോട്ടയുടെ ഈ ഒരു
കോമ്പിനേഷൻ നമ്മൾ പതിവായിട്ട് വ്യായാമം ചെയ്യാതെ കഴിച്ചുകൊണ്ടിരുന്നാൽ ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ചില അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ നല്ല ചൂട് മൊരിഞ്ഞ പൊറോട്ട മേടിക്കുമ്പോൾ ഈ പൊറോട്ട അതായത് മൈദ മാവ് എണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞ ക്രിസ്പി നേച്ചർ വരണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ട്രാൻസ് ഫാറ്റ് കൂടുതൽ ചേർക്കണം. ട്രാൻസ് ഫാറ്റ് എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വനസ്പതിയില്ലേ, നമ്മൾ കട്ടിയായിട്ടിരിക്കുന്ന നമ്മൾ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചപ്പാത്തിയിലോ അല്ലെങ്കിൽ പൂരിയിലോ അല്ലെങ്കിൽ ഇതിനകത്തെല്ലാം ചേർക്കുന്ന ഒരു ഭക്ഷണമാണ്, ഒരു ഫാറ്റാണ് നമ്മൾ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വെജിറ്റബിൾ ഓയിലിനകത്ത് ഹൈഡ്രജൻ മോളിക്യൂൾ കടത്തിവിട്ടാണ് ഇതിനെ കട്ടിയാക്കുന്നത്. ഈ കട്ടിയുള്ള ട്രാൻസ് ഫാറ്റ് ഇവർ ഉപയോഗിക്കുന്നതിന്, ഇത് പൊറോട്ടയ്ക്കകത്ത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ബേക്കറികളിലുള്ള എല്ലാ 99% ഭക്ഷണങ്ങൾ, പപ്സ് അതേപോലെ തന്നെയുള്ള എല്ലാ ഭക്ഷണങ്ങളിലും ട്രാൻസ് ഫാറ്റ് ചേർക്കുന്നുണ്ട്. ട്രാൻസ് ഫാറ്റ് ചേർത്താനുള്ള ഗുണം ഒന്ന് രുചി വർദ്ധിക്കും, നല്ല ക്രിസ്പി നേച്ചർ ഇവയ്ക്ക്, നല്ല മുരുമുര നമുക്കൊരു രുചി അതിനകത്ത് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. രണ്ടാമത്തത്, തണുത്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ് ഫാറ്റ് കട്ടി പിടിക്കും. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പുറത്ത് ഒരു ചെറിയ എണ്ണമയത്തിൻ്റെ ഒരു കോട്ടിങ് ഈ ട്രാൻസ് ഫാറ്റ് കൊണ്ടുവരും. അതുകൊണ്ടുള്ള പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ കേടാവത്തില്ല. പലപ്പോഴും നമ്മുടെ ബേക്കറികളിലിരിക്കുന്ന ഭക്ഷണമല്ല 2-3 ദിവസം കേടാവാതിരിക്കുന്നതിന് കാരണം ട്രാൻസ് ഫാറ്റാണ്. പൊറോട്ട ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി കഴിച്ചിരുന്നാൽ വൈകുന്നേരം ആയാലും കേടാവത്തില്ല. ഇപ്പോൾ ആൾക്കാർ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ നല്ല മുരുമുര അത് കഴിക്കാനും പറ്റും. കേടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ട്രാൻസ് ഫാറ്റ് ചേർക്കണം. ഇതുകൊണ്ടാണ് ഇവർ ഈ ബേക്കറി ഭക്ഷണത്തിനകത്തും പൊറോട്ടയ്ക്കകത്തുമെല്ലാം ട്രാൻസ് ഫാറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ട്രാൻസ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ അത് കരളിന് അപകടകാരിയാണ്. മാത്രമല്ല നമ്മുടെ രക്തത്തിൽ നമുക്ക് ഗുഡ് കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. നിങ്ങൾക്കറിയാം, ഗുഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള HDL ഉണ്ട്. HDL ആണ് നമ്മുടെ രക്തക്കുഴലിനെ സംരക്ഷിക്കുന്നത്, നമുക്ക് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരാതെ നോക്കുന്നതും. ശരീരത്തിന് ദോഷകരമായിട്ടുള്ള LDL ഉണ്ട്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ഉണ്ട്. LDLും ട്രൈഗ്ലിസറൈഡും നമ്മുടെ രക്തത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യായാമമില്ലെങ്കിൽ ഇത് രക്തത്തിനകത്ത് കൊഴുപ്പ് കണികകൾ രൂപപ്പെടുന്നതിനും ഇത് ചെറിയ രക്തക്കുഴലിൽ പോയി അടയുന്നതിനും നമ്മുടെ രക്തക്കുഴലിൻ്റെ ഉൾവശത്തിന് കേടുവരുന്നതിനും കാരണമാകും. അതുകൊണ്ടാണ് ഈ ട്രൈഗ്ലിസറൈഡും LDLും കൂടിക്കഴിഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തിക്കും എന്ന് പറയുന്നത്. ട്രാൻസ് ഫാറ്റ് നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രക്തത്തിലുള്ള ഗുഡ് കൊളസ്ട്രോളിനെ വല്ലാണ്ട് കുറയ്ക്കുകയും ചീത്ത കൊളസ്ട്രോളായിട്ടുള്ള ട്രൈഗ്ലിസറൈഡും LDLും കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് പതിവായിട്ട് നമ്മൾ ഈ പൊറോട്ടയുടെ ഈ കോമ്പിനേഷൻ, ട്രാൻസ് ഫാറ്റിൻ്റെ കോമ്പിനേഷൻ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഡെഫിനറ്റ്ലി നമ്മുടെ രക്തക്കുഴലിനകത്ത് കേടുപാടുകൾ ഉണ്ടാക്കാനും നമുക്ക് അറ്റാക്ക് വരാനും കാരണമാകും. ദിവസവും 3 നേരം പൊറോട്ടയും കഴിച്ച് ബൈക്കിലുള്ള യാത്രയാണ് അദ്ദേഹത്തിന് കളക്ഷൻ ഏജൻറ്റ്. അദ്ദേഹത്തിന് വ്യായാമമില്ലായിരുന്നു. വ്യായാമമില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലും തുടർന്ന് പൊറോട്ടയും കഴിച്ചുകൊണ്ടാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് വരാനുള്ള സാധ്യത. എന്ന് കരുതിയിട്ട് നമ്മൾ ഈ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അറ്റാക്ക് ഉണ്ടാക്കുമെന്ന് അർത്ഥമില്ല. കാരണം പൊറോട്ടയുടെ കാലറി വാല്യൂ, ഊർജ്ജത്തിൻ്റെ അളവെന്ന് പറയുന്നത് 140 നമ്മളിപ്പോൾ ഒരു 3 പൊറോട്ട കഴിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 420 കാലറി ഊർജ്ജമാണ് നമുക്ക് പൊറോട്ടയിൽ നിന്ന് കിട്ടുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 പൊറോട്ടയും അതോടൊപ്പം അത്യാവശ്യം ഫിഷോ ചിക്കനോ കഴിക്കാം. കാരണം ഫിഷോ ചിക്കനോ എന്നൊക്കെ പറയുന്നത് പ്രോട്ടീനാണ്. അതോടൊപ്പമുള്ള പൊറോട്ട നമ്മുടെ ശരീരത്തിന് വേണ്ട കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷേ ഇതിനകത്ത് ഇല്ലാത്ത ഒരു പ്രധാന ഘടകമുണ്ട്. ഈ സാധാരണ ഒരു ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് മിനറൽസ് ലഭിക്കണം. പൊറോട്ടയ്ക്കകത്ത് നമുക്ക് ശരീരത്തിന് വേണ്ട മിനറൽസ് ഇല്ല. കൊഴുപ്പ് 9 ഗ്രാം കൊഴുപ്പ് മാത്രമാണ് അതിനകത്തുള്ളത്. പിന്നെ empty കാലറി, വെറും ഊർജ്ജമാണ് മൈദയ്ക്കകത്തുള്ളത്. മാത്രമല്ല ഇതിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കുഴപ്പം ഫൈബേഴ്സ് ഇല്ല, നാരുകളില്ല എന്നുള്ളതാണ്. നമ്മൾ നാരുകൾ കൂടി ചേർത്തിട്ട് നമ്മൾ പൊറോട്ട കഴിക്കുന്നുണ്ടെങ്കിൽ, പ്രോട്ടീൻ കൂടി കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ സേഫായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ഈ പൊറോട്ട കഴിക്കുന്നതിൻ്റെ അപകടങ്ങളെപ്പറ്റി വിശദീകരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള മറ്റു പ്രധാന ഭക്ഷണങ്ങളിലെ ദോശ, ഇഡ്ഡലി, പുട്ട്, ഇടിയപ്പം പോലുള്ളവ നമ്മൾ ഒരുപക്ഷെ അറിയാണ്ട് പോലും അങ്ങ് പറയാതെ ഒഴിവാക്കി വിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മറ്റു ഭക്ഷണം, നമ്മൾ പുട്ട് ഒരു പീസ് കഴിക്കത്തില്ലേ, ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു 100 ഗ്രാം പുട്ടിനകത്ത് ഏകദേശം 390 കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. പൊറോട്ട, അതായത് നമ്മളൊരു 3 പൊറോട്ട കഴിക്കുന്നതിൻ്റെ അതേ എഫക്റ്റാണ് ഒരു കഷ്ണം അരിപ്പുട്ട് കഴിക്കുക എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊരിക്കലും നമ്മുടെ അപകടകരമായ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഈ അരിപ്പുട്ടോ ഇല്ലെങ്കിൽ ദോശയോ അല്ലെങ്കിൽ ഇടിയപ്പോ ഒന്നും നമ്മൾ പറയത്തുമില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പൊറോട്ട മാത്രമാണ് ഇതിനകത്ത് അപകടം എന്ന രീതിക്ക് കാണുന്നത്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ വിശദീകരിക്കാം. നമ്മൾ ഗ്ലൈസേമിക് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഗ്ലൈസേമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് ഊർജ്ജമായിട്ട് എത്ര അളവ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗ്ലൈസേമിക് ഇൻഡെക്സ് കണക്കൂട്ടുന്നത്. ഗ്ലൈസേമിക് ഇൻഡെക്സ് കുറവ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു, ദഹിച്ചു കഴിഞ്ഞാലും രക്തത്തിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ഉയർത്തുന്നില്ല. ലോ ഗ്ലൈസേമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ സാധാരണ കഴിക്കേണ്ടത്. കാരണം ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ ഉയരാനുള്ള സാധ്യത കുറവാണ്.
നമുക്ക് വണ്ണം വയ്ക്കാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ ശരീരത്തിന് ഊർജ്ജം ആവശ്യത്തിന് ലഭിക്കുകയും ചെയ്യും, കൂടുതൽ സ്റ്റോറേജ് വരത്തില്ല. സാധാരണ നമ്മൾ കഴിക്കുന്ന പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികളെല്ലാം തന്നെ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ളതാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറിൻ്റെ ഗ്ലൈസെമിക് വാല്യൂ എന്ന് പറയുന്നത് 73 ആണ്. അതേസമയം നമ്മുടെ പൊറോട്ടയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 70 മുതൽ 75 വരെയാണ്. അതായത് നമ്മൾ ചോറോ അല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങൾ, നമ്മൾ ചപ്പാത്തി കഴിക്കുമ്പോൾ ചപ്പാത്തിയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 62 ആണ്. അതേസമയം പൂരിയുടേത് 59 മുതൽ 62 വരെ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ചപ്പാത്തിയും പൂരിയുമെല്ലാം കഴിക്കുന്നത് ചോറും അല്ലെങ്കിൽ പൊറോട്ട കഴിക്കുന്നതിനെക്കാട്ടിയും സേഫാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേസമയം നമ്മുടെ അപ്പമില്ലേ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വെള്ളയപ്പത്തിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 90 ആണ്. അതായത് ഈ കൂട്ടത്തിൽ ഏറ്റവും അപകടകാരി എന്ന് പറയുന്നത് അപ്പമാണെന്ന് അർത്ഥം. കാരണം കുറച്ച് സമയം കൊണ്ട് തന്നെ രക്തത്തിലുള്ള ഷുഗർ ലെവൽ വളരെയധികം ഉയർത്താനുള്ള ഒരു കഴിവ് ഈ അപ്പത്തിനുണ്ട്. മാത്രമല്ല പുട്ടിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 79 ആണ്. ഇടിയപ്പത്തിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 86 ആണ്. നമ്മൾ ഈ പുട്ടും ഇടിയപ്പവും അപ്പമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പൊറോട്ടയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 72 മുതൽ 75 വരെ മാത്രമാണ്. അതായത് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സേഫാണ് നമുക്ക് പൊറോട്ട എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ പൊറോട്ടയ്ക്കകത്തുള്ള അപകടം ട്രാൻസ്ഫാറ്റാണ്. പൊറോട്ട ഒരുപക്ഷെ നമ്മൾ 2-3 പൊറോട്ട ഒരുമിച്ച് കഴിച്ച് വ്യായാമം ചെയ്യാതെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അപകടകാരിയാണ്. മാത്രമല്ല പൊറോട്ടയെ പറ്റി പ്രചരിക്കുന്ന മറ്റൊരു പേടിപ്പിക്കുന്ന കഥ എന്ന് പറയുന്നത് ഇതിനകത്ത് അലോക്സാൻ, ബെൻസൈൽ പെറോക്സൈഡ് പോലെ ഈ മൈദ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇവ രണ്ടും ശരീരത്തിന് കേടാണ്, ഇവ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രചരണമുണ്ട്. സത്യാവസ്ഥ വെളിപ്പെടുത്താം. ബെൻസൈൽ പെറോക്സൈഡ് ഗോതമ്പിനെ നമ്മൾ മൈദയാക്കി മാറ്റുന്ന സമയത്ത് അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ്. പക്ഷേ മൈദയാക്കി നമ്മൾ മൈദമാവ് വെറുതെ കഴിക്കുകയല്ലോ, പാകം ചെയ്തല്ലേ കഴിക്കുന്നത്. പാകം ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സപ്പോസ് ഉണ്ടെങ്കിൽ ഈ ബെൻസൈൽ പെറോക്സൈഡ് ഉണ്ടെങ്കിലും ചൂടാക്കുന്ന സമയത്ത് ഈ ബെൻസൈൽ പെറോക്സൈഡ് വിഘടിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ മൈദമാവ് ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുമ്പോൾ, അതിപ്പോൾ പൊറോട്ട എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തത്തില്ല, ഇവ നശിച്ചു പോകും. രണ്ടാമത്തത് അലോക്സാനാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു വസ്തുവിനെ വെളുപ്പിക്കാൻ, പ്രത്യേകിച്ച് ഗോതമ്പിനെ നന്നായിട്ട് വെളുപ്പിച്ച് മൈദമാവാക്കുന്നതിന് ചെറിയൊരളവിൽ അലോക്സാൻ അതിനകത്ത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അലോക്സാൻ എന്ന് പറയുന്നത് പാൻക്രിയാസിന് കേടാണ് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതൊരു വളരെ ഉയർന്ന അളവിൽ ഉപയോഗിച്ചാൽ മാത്രമേ അത് അപകടകാരിയായിട്ട് വരുന്നുള്ളൂ. നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങിക്കുന്ന ഗോതമ്പെല്ലാം നമ്മൾ കുറച്ച് ദിവസം സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവ പൊടിഞ്ഞിട്ട് അതിനകത്ത് അലോക്സാൻ ഉണ്ടാകുന്നുണ്ട്. ഈ അലോക്സാൻ കഴിച്ചിട്ടൊന്നും ഗോതമ്പ് കഴിച്ചിട്ടോ നമുക്ക് പ്രത്യേകിച്ച് അപകടം ഉണ്ടാകുന്നില്ലല്ലോ. അതുപോലെ തന്നെയുള്ളൂ മൈദയും. വളരെ നേരിയ അളവിൽ അലോക്സാൻ മൈദയ്ക്കകത്തുണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് അത് കാര്യമായിട്ട് ദോഷം ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഒരു ദിവസം അനുവദനീയമായിട്ടുള്ള ഈ ഒരു രാസവസ്തുവിനേക്കാൾ ചെറിയ അളവിൽ മാത്രമാണ് അലോക്സാൻ മൈദയ്ക്കകത്തുള്ളെങ്കിലും നമുക്കത് ശരീരത്തിലേക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ട് അപകടകാരിയെന്ന് പറയാൻ സാധിക്കത്തില്ല. സാധാരണഗതിയിൽ പൊറോട്ടയെ പറ്റി പേടിപ്പിക്കുന്ന കഥകൾ പ്രചരിക്കുന്നതിൻ്റെ ബാക്കിലുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ അയ്യോ പൊറോട്ട എന്ന് ഭയപ്പെടുന്ന ആരും തന്നെ അയ്യോ പുട്ട് എന്നോ അല്ലെങ്കിൽ അയ്യോ കപ്പ അല്ലെങ്കിൽ അയ്യോ അപ്പം അല്ലെങ്കിൽ ഇടിയപ്പം എന്നോ ഒന്നും പറയുന്നില്ല. അതെല്ലാം സേഫായിട്ട് കഴിക്കുന്നുമുണ്ട്. മാത്രമല്ല പൊറോട്ടയെ പേടിക്കുന്നവർ പകരം അവരുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ചെറിയ മുട്ടായികൾ, നിങ്ങൾക്ക് 5 രൂപയ്ക്കെല്ലാം വാങ്ങുന്ന ചെറിയ പാക്കറ്റ് മുട്ടായികളില്ലേ, ഇതിനകത്തെല്ലാം ഉള്ളത് മൈദ തന്നെയല്ലേ, ബിസ്ക്കറ്റിനകത്തുള്ളത് മൈദ തന്നെയല്ലേ, കേക്കിനകത്തുള്ളത് മൈദ തന്നെയാണ്. ഇത്തരം മൈദ കൊണ്ടുള്ള ഭക്ഷണം കഴിച്ചാൽ അപകടമില്ല. പക്ഷേ പൊറോട്ട മാത്രം കഴിക്കുമ്പോഴാണ് അപകടം എന്നുള്ള പ്രചരണം നമുക്ക് തൽക്കാലം ഒഴിവാക്കി നിർത്താൻ സാധിക്കും. പൊറോട്ട നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കഴിക്കാം. പക്ഷേ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം പ്രോട്ടീൻ കഴിച്ചിരിക്കണം, അതോടൊപ്പം പച്ചക്കറികൾ, ഫൈബർ കഴിച്ചിരിക്കണം. ഒന്നും വേണ്ട, നിങ്ങൾ സാലഡുകൾ, നമ്മുടെ സവാള അരിഞ്ഞത്, ഇപ്പോൾ നിങ്ങളൊരു 2 പൊറോട്ട കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും അതോടൊപ്പം അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള അരിഞ്ഞത് അതോടൊപ്പം നിർബന്ധമായിട്ട് കഴിച്ചിരിക്കുക. കാരണം നമ്മുടെ വയറിനകത്തേക്ക് പൊറോട്ട ഒറ്റയ്ക്കല്ല ചെല്ലുന്നത്. നിങ്ങൾ ഈ ഫൈബറുകൾ കൂടി ചേർത്ത് ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് ഫൈബറിൻ്റെയും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടായിരിക്കും നമ്മുടെ ഈ പൊറോട്ട വയറിനകത്തേക്ക് എത്തുന്നത്. വയർ അതിനെ അത്യാവശ്യം ദഹിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് അപകടകരമാകാതെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉയരാതെ സേഫായിട്ട് ദഹിപ്പിച്ച് മുന്നോട്ട് പോകും. വല്ലപ്പോഴും നമുക്കിങ്ങനെ കഴിക്കാം. രണ്ടാമത്തത്, പൊറോട്ട കഴിക്കുമെങ്കിൽ നിർബന്ധമായും അതും കഴിച്ച് കിടന്നുറങ്ങാതെ വ്യായാമം ചെയ്തിരിക്കണം. രാത്രി വയറ് നിറയെ പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് ഉറങ്ങുന്ന ഒരു ശീലമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് അപകടകരമാണ്. ഹാർട്ട് അറ്റാക്ക് പോലുള്ള, ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള, അമിതവണ്ണം പോലുള്ള പ്രോബ്ലംസ് അത് ക്രിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതല്ലാതെ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങൾക്ക് പൊറോട്ട കഴിക്കാവുന്നതാണ്. ദിവസവും 10 കണക്കിന് പൊറോട്ട ചിലവാകുന്ന
ഏറ്റവും കൂടുതൽ മലയാളികൾ, സാധാരണക്കാരായുള്ള മലയാളികൾ ഇഷ്ടപ്പെടുന്ന പൊറോട്ട എങ്ങനെ സേഫായിട്ട് ഉപയോഗിക്കാമെന്നും പൊറോട്ട സൂക്ഷിച്ചില്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന അപകടങ്ങൾ എന്തെല്ലാമെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഭക്ഷണം സേഫായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.